സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4, 5, 6 അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വചനഭാഗത്തിലേക്ക് പോകാം. ചോദ്യം 1. എഫെസോസ് 4:1 പൗലോസ്ലീഹ ആർക്ക് വേണ്ടി തടവുകാരനായിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം: കർത്താവിനു വേണ്ടി. 2. ജീവിതം എങ്ങനെ നയിക്കുവിൻ എന്നാണ് സ്ലീഹ എഫെസോസുകാരോട് പറഞ്ഞത്? നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായി. വാക്യം 4:2. 3. അന്യോന്യം എങ്ങനെ വർദ്ധിക്കുവിൻ എന്നാണ് എഫെസോസ് 4:2 എഴുതിയിരിക്കുന്നത്? സഹിഷ്ണുതയോടെ. 4. എന്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗ്രരൂപരായിരിക്കുവിൻ എന്നാണ് സ്ലീഹ എഴുതിയത്? സമാധാനത്തിൻ്റെ. വാക്യം 4:3. 5. പൂരിപ്പിക്കുക. ഡാഷിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത്, പ്രത്യാശയിൽ. 4:4. ചോദ്യം 6. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ഡാഷുമേ ഉള്ളൂ? ഉത്തരം: ജ്ഞാനസ്നാനം. 6. സകലതിലുമുപരി സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവൻ ആര്? പിതാവായ ദൈവം. 7. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി എന്ത് നൽകപ്പെട്ടിരിക്കുന്നു? കൃപ. 4:7. 8. അവൻ ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? അസംഖ്യം തടവുകാരെ. 4:8. 9. യേശു ക്രിസ്തു മനുഷ്യർക്ക് എന്താണ് നൽകിയത്? ഉത്തരം: ദാനങ്ങൾ. 4:8. 10. അവൻ ആരോഹണം ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമെന്ത്? അവൻ ഭൂമിയിലേക്ക് അധോഭാഗത്തേക്ക് ഇറങ്ങി. 4:9. ചോദ്യം 11. ക്രിസ്തു ആരോഹണം ചെയ്തു എന്നത് എന്തിന്? എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ. വാക്യം 4:10. 12. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരുമാകാൻ എന്തിനാണ് അവർ നൽകിയത്? വരം. ഉത്തരം: വരം. വാക്യം 4:11. ചോദ്യം 13. ഓരോരുത്തർക്കും വിവിധ വരങ്ങൾ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്താൻ. 4:12 സഭയെ പണിതുയർത്താൻ. ചോദ്യം 14. എന്തിൻ്റെ ഐക്യത്തിലാണ് ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം എല്ലാവരിലും എത്തിച്ചേരുന്നത്? വിശ്വാസത്തിൻ്റെ. 4:13. ചോദ്യം 15. തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്നത് എന്താണ്? ഉത്തരം: വക്രതയാർന്ന ഉപദേശം. വാക്യം 4:14. 6. എങ്ങനെയാണ് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത്? സ്നേഹത്തിൽ, സത്യം പറഞ്ഞുകൊണ്ട്. 4:15. ചോദ്യം 17. ശരീരം മുഴുവനും ഒരു സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ടത് ആര് വഴിയാണ്? ഉത്തരം: ക്രിസ്തു വഴി. 4:16. ചോദ്യം 18. പൗലോസ്ലീഹ എന്താണ് കർത്താവിൽ ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്? വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതിരെ പോലെ ജീവിക്കരുത്. വാക്യം 4:17. 19. ബുദ്ധിയിൽ അന്ധകാരം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്നും അകൽക്കപ്പെട്ടിരിക്കുന്നത് ആര്? വിജാതിയർ. വാക്യം 4:18. 4:18. 20. ആരിലാണ് സത്യം ഉള്ളത്? യേശുക്രിസ്തുവിൽ. വാക്യം 4:21. ചോദ്യം 21. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരത്തെറിയുവിൻ. അധ്യായവും വാക്യവും പറയുക. എഫെസോസ് 4:22. ചോദ്യം 22. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്ന് സ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയത്? വിശുദ്ധിയിലും നീതിയിലും. 23. എല്ലാവരും താങ്കളുടെ അയൽക്കാരോട് എന്ത് സംസാരിക്കണം? സത്യം. വാക്യം 4:25. ചോദ്യം 24. മോഷ്ടാവിനോട് സ്ലീഹ എന്താണ് പറയുന്നത്? ഉത്തരം: മാന്യമായി ജോലി ചെയ്തു ജീവിക്കാൻ. 4:25.
ചോദ്യം 25. എന്താണ് സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടു പോകരുതാത്തത്? കോപം. വാക്യം 4:26. ചോദ്യം 26. നിങ്ങളുടെ അധരത്തിൽ നിന്നും എന്ത് പുറപ്പെടട്ടെ എന്നാണ് എഫേസ്യോസ് 4:29 പറയുന്നത്? പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് എഫേസ്യോസ് 4:29 പറയുന്നത്. തിന്മയുടെ വാക്കുകൾ. 27. ആരെ വേദനിപ്പിക്കരുത്? പരിശുദ്ധാത്മാവിനെ. 28. ഏത് ദിനത്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നത്? രക്ഷയുടെ ദിനത്തിനു വേണ്ടി. 29. ദൈവം ആരു വഴിയാണ് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത്? ക്രിസ്തു വഴി. 4:32. അധ്യായം 5. ചോദ്യം 30. പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5:1 ആരെ അനുകരിക്കാനാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തെ. 31. ആരാണ് നമുക്ക് വേണ്ടി സുരവില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്? ക്രിസ്തു. 5:2. ചോദ്യം 32. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയോ യാതൊരുവിധ അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ എന്ത് കേൾക്കാതിരിക്കട്ടെ, പേര് പോലും. 5:3. ചോദ്യം 33. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം എന്താണ് ഉചിതം? കൃതജ്ഞതാ സ്തോത്രം. 5:4. 34. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധനും എന്താണ് അവകാശമില്ലാത്തത്? ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിനും. 5:5. ചോദ്യം 35. അനുസരണയില്ലാത്ത മക്കളുടെ മേൽ എന്താണ് നിദംപതിക്കുന്നത്? ദൈവത്തിൻ്റെ ക്രോധം. 5:6. ചോദ്യം 36. അനുസരണയില്ലാത്ത മക്കളുമായി എന്ത് ഉണ്ടാകരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? സമ്പർക്കം. 5:7. ചോദ്യം 37. ഒരിക്കൽ നിങ്ങൾ അനുസരണയില്ലാത്തവരും അന്ധകാരത്തിലുമായിരുന്നു, ഇന്ന് നിങ്ങൾ എന്താണ്? കർത്താവിൻ്റെ പ്രകാശമായിരിക്കുന്നു. 5:8. ചോദ്യം 38. എന്തിൻ്റെ ഫലമാണ് സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷമാകുന്നത്? പ്രകാശത്തിൻ്റെ ഫലം. 5:9. 39. എന്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്? അന്ധകാരത്തിൻ്റെ. 40. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്നും എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ഈ വാക്യത്തിന് സമാനമായ വാക്യം ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? യെശയ്യാ 26:19, യെശയ്യാ 60:1. അടിക്കുറിപ്പിൽ പറയുന്നുണ്ട്. 41. ആരെപ്പോലെ ആണ് ജീവിക്കേണ്ടത്? വിവേകികളെപ്പോലെ. 5:15. 42. ഇപ്പോൾ എന്തിൻ്റെ ദിനങ്ങളാണ്? തിന്മയുടെ. 5:16. 43. ഭോഷന്മാരാകാതെ ആരുടെ അവിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ, കർത്താവിൻ്റെ. 5:17. 44. എന്തിൽ പൂരിതരാകുവിൻ? ആത്മാവിൽ. 5:18. 45. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും എന്ത് ചെയ്യുവിൻ? പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. 5:19. 46. ഗാനാലാപത്താൽ എങ്ങനെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ? പൂർണ്ണ മനസ്സോടെ. 5:19. 47. ആരുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ? യേശുക്രിസ്തുവിൻ്റെ. 5:20. 48. ആരോടുള്ള ബഹുമാനത്തിൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ? ക്രിസ്തുവിനോടുള്ള. 49. ആരാണ് സഭയുടെ ശിരസ്സ്? ക്രിസ്തു. 50. ഭാര്യയുടെ ശിരസ്സ് ആരാണ്? ഭർത്താവ്. 51. ആരാണ് ശരീരത്തിൻ്റെ രക്ഷകൻ? ക്രിസ്തു. 52. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ആർക്ക് വിധേയരായിരിക്കണം? ഭർത്താക്കന്മാർക്ക്. വാക്യം 5:24. 53. ക്രിസ്തു സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി എങ്ങനെ വെണ്മയുള്ളതാക്കി? ഉത്തരം, വചനത്താൽ. 5:27. 54. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ആരെക്കുറിച്ചാണ് ശ്ലീഹ ഇങ്ങനെ പറയുന്നത്? സഭയെക്കുറിച്ച്. 5:27. 55. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിയും തന്നെപ്പോലെ തന്നെ ആരെ സ്നേഹിക്കണമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഭാര്യമാരെ. 5:33. ഭാര്യമാർ ആരെ ബഹുമാനിക്കണം? ഭർത്താക്കന്മാരെ. 57.
ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എഫെസോസ് 5:28 പറയുന്നത് സ്വന്തം ശരീരമെന്നതുപോലെ. ചോദ്യം 58. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി ശ്ലീഹ ആരെയാണ് പറയുന്നത്? ഭാര്യ ഭർത്താക്കന്മാരെ. അധ്യായം 6. കുട്ടികൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് എന്താണെന്നാണ് ശ്ലീഹ പറയുന്നത്? ന്യായയുക്തം. 2. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യുവിനെന്നാണ് ശ്ലീഹ കുട്ടികളോട് പറയുന്നത്? മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 3. പിതാക്കന്മാരോട് ശ്ലീഹ എന്താണ് പറയുന്നത്? നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. വാക്യം 6:4. 4. ദാസന്മാരോടും ലൗകിക യജമാനന്മാരോടെന്നതുപോലെ അനുസരിക്കണമെന്നാണ് ശ്ലീഹ പറയുന്നത്? ക്രിസ്തുവിനോടെന്നതുപോലെ. 5. പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിക്കണമെന്ന് ആരുടെ ദാസന്മാരായിരിക്കുക എന്നാണ് ശ്ലീഹ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ. 6. ദാസന്മാർ യജമാനന്മാർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആർക്കു വേണ്ടി എന്നതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത്? കർത്താവിനു വേണ്ടി എന്നതുപോലെ. വാക്യം 6:7. ചോദ്യം 7. സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് ആരിൽ നിന്നും പ്രതിഫലം ലഭിക്കുമെന്നാണ് എഫെസോസ് 6:8 പറയുന്നത്? കർത്താവിൽ നിന്നും. 8. യജമാനന്മാരുടെയും യജമാനൻ എവിടെയുണ്ടെന്നാണ് ശ്ലീഹ പറയുന്നത്? സ്വർഗത്തിൽ. 6:9. എന്തിന് കരുത്തുള്ളവരായിരിക്കുമെന്നാണ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും. ആരുടെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സാത്താൻ്റെ. 12. എങ്ങനെ ഉറച്ചു നിൽക്കുവിൻ എന്നാണ് 6:14 പറയുന്നത്? സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച്. 13. എന്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സമാധാനത്തിൻ്റെ. 6:15. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ തടുക്കാൻ എന്തിൻ്റെ പരിച എടുക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? വിശ്വാസത്തിൻ്റെ. 6:16. 15. എന്തിനുള്ള പടത്തൊപ്പി അണിയുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? രക്ഷയുടെ. 16. ആത്മാവിൻ്റെ വാൾ എന്താണ്? ദൈവവചനം. 6:17. ചോദ്യം 17. എല്ലാ സമയവും ആത്മാവിൽ എങ്ങനെ ആയിരിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. 18. ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആരാണിങ്ങനെ പറയുന്നത്? പൗലോസ്ലീഹ. 19. പൗലോസ്ലീഹ തന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ആര് പറയുമെന്നാണ് എഫെസോസുകാരോട് ആർക്ക് എഴുതിയത്? തിക്കിക്കോസ്. 6:22. 20. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ. ആരാണ് ഇങ്ങനെ ആശംസകൾ അർപ്പിച്ചത്? വാക്യം പറയുക. വാക്യം 6:24. പൗലോസ്ലീഹ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇത്രയും നേരം വചനം ശ്രവിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഈ വചനഭാഗം ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ ഓൾ.